ഇന്ന് കൂടുതൽ കോംപ്രമൈസിങ് ആയിട്ടുള്ള ഒരു സമൂഹമായിട്ട്, ഒത്തുതീർപ്പുകളുള്ള ഒരു സമൂഹമായിട്ട് മാറാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിളി ഒത്തുതീർപ്പുകളിലൂടെ മറ്റുള്ളവരോട് കൂടെ ചേരുക എന്നുള്ളതല്ല. പ്രത്യുത നമ്മുടെ വിളി എന്ന് പറയുന്നത് വ്യത്യസ്തരാകുവാനാണ് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ വളരെയേറെ നമ്മൾ ഓർക്കേണ്ടതായ അല്ലെങ്കിൽ സെർട്ടൻലി അത് നമ്മളുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രസക്തി കൂടിക്കൂടി വരുന്നതായിട്ടാണ്. ഓരോ സമയം കഴിയും തോറും പ്രസക്തി കൂടിക്കൂടി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പണ്ട് കാലത്ത് നമ്മളെ വ്യത്യസ്തരായി ആളുകൾ മനസ്സിലാക്കിയിരുന്നു, ചിന്തിച്ചിരുന്നു. നമ്മൾ ആ ഒരു നിലപാട് മറ്റുള്ളവർക്കും ഉണ്ടായിരുന്നു. അവർ നമ്മളെ പോലൊന്നും അല്ല എന്ന് മറ്റുള്ളവർ പറയുമായിരുന്നു. മറ്റുള്ളവർ തന്നെ നമ്മളെക്കുറിച്ച് പറയുമായിരുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അവർ ഡിഫറെൻ്റ് ആണ്, അവർ ഭയങ്കര വ്യത്യാസമുള്ളവരാണ്, അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ കൂടത്തില്ല എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പം നമ്മൾ എല്ലാവരോടും ചേരുന്ന, ലോകത്തോട് ചേരുന്ന ഒരു സമൂഹമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. ആൾക്കാർക്ക് വലിയ നമ്മൾ അവരുടെ ഭാഗമാണെന്നുള്ളൊരു ചിന്തയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുള്ളൂ, ഒരിക്കൽ ഞാനൊരു കവലയിൽ, എനിക്ക് പരിചയമുള്ളൊരു, ഞങ്ങളുടെ അടുത്തുള്ളൊരു കവലയിൽ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് അവിടെ ഇരുന്നവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവർ തമ്മിൽ പറഞ്ഞ കാര്യം എന്നോടല്ല, ഞാനിങ്ങനെ മാറി, അന്ന് ഞാൻ കുറച്ചുള്ള പയ്യനാ. അപ്പം ഞാനിങ്ങനെ ഓവർഹിയർ ചെയ്തത് ഇങ്ങനെയാണ്. അവർ പറഞ്ഞ്, എടാ ആ പുള്ളിയെക്കുറിച്ച്, അതായത് എനിക്കറിയാവുന്ന ഒരാളാണ്, ആ വ്യക്തിയെക്കുറിച്ചാണ്, ആ പുള്ളിയെക്കുറിച്ച് നമ്മളിങ്ങനെ ഈ പറയുന്നത് പോലെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യത്തിലും നമ്മളെ പോരാ. അവൻ നമ്മുടെ ഭാഗമാണ്. അതായത് അയാൾ പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ, ബാക്കി എല്ലാത്തിലും നമ്മളെ പോലാണ്. നമ്മുടെ ആളാണ് പുള്ളി, നമ്മുടെ ആളാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഒരു ഏകദേശം 40 വർഷം മുമ്പിലത്തെ കാര്യം ഞാനീ പറയുന്നത്. അന്ന് ഒരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, പക്ഷേ അന്നുണ്ടായിരുന്ന ബാക്കിയുള്ള അത് ഒരു വ്യക്തിയായിരിക്കും, 1% ആയിരിക്കും. 99% ആളുകളെ കുറിച്ചും ആളുകൾ അങ്ങനെയല്ല പറഞ്ഞത്. അവർ വ്യത്യസ്തരാണെന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ വ്യത്യസ്തരാണ് എന്ന് നമ്മളെക്കുറിച്ച് പറഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളുടെ വേർപാട്, അല്ലെങ്കിൽ തന്നെ നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്? വേർപെട്ടവർ എന്നാണല്ലോ പറയുന്നത്. നമ്മൾ വേർപെട്ടവരാണ്, വേർപാടുകാരെന്നുള്ളതല്ല, വേർപാടുകാരുൾപ്പെടെ പെന്തിക്കോസുകാർ നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ വേർപെട്ടവരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു അല്ലെങ്കിൽ അവർക്കും ഉണ്ടായിരുന്നത്, അവർക്കും ഉണ്ടായിരുന്നു. വി ആർ സെപ്പറേറ്റ്, വി ആർ ഡിഫറെൻറ്റ്. നമ്മൾ കോംപ്രമൈസ് ചെയ്യാത്തവരായിരുന്നു എന്നുള്ള ഒരു ചിന്തയാണ് മറ്റുള്ളവർക്കുണ്ടായിരുന്നത്. പക്ഷെ ഇന്നങ്ങനല്ല. ഇന്നിപ്പോൾ ആളുകൾ പറയുന്നത് തന്നെ അത് കുഴപ്പമില്ല, നമ്മൾ ഒന്നാണെന്നുള്ളൊരു ചിന്തയാണ്. നമ്മൾ ആരോടും മിണ്ടരുത്, പറയരുതെന്നൊന്നും അല്ല ഞാനീ പറയുന്നത്. നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും തമ്മിലൊന്നും വ്യത്യാസമില്ലാത്ത ഒരു അവസ്ഥ. പെന്തിക്കോസ്തുകാരുടെ പ്രധാന ഉപദേശത്തിൽ മുന്നിൽ നിൽക്കുന്നത് മറ്റൊന്നുമല്ല, വേർപാടിൻ്റെ ഉപദേശമാണ്, ദ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ. അത് പോയാൽ പിന്നെ നമ്മൾ ആരാ? നമ്മളൊന്നുമല്ല, വി ആർ നോബഡി. വേറെ എന്താ നമുക്കുള്ളത്? വേറെ എന്ത് ഉപദേശമോ ഇത്ര വലിയ കാര്യമായിട്ട് പറയാനുള്ളത്? യേശുക്രിസ്തുവിൻ്റെ കന്യകാജനനത്തെക്കുറിച്ചൊക്കെ വിശ്വസിക്കാത്ത ആരുമില്ല. അല്ലെങ്കിൽ അതുപോലെയുള്ള ഉപദേശ വിഷയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റന്റ് സഭകളൊക്കെ അതിനോട് ചേർന്ന് നിൽക്കും. പക്ഷേ നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് വേർപെട്ടവർ എന്ന നിലയിൽ നമ്മൾ ഒരു കാലഘട്ടത്തിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെ തന്നെ അറിയണം, നമ്മളിപ്പോഴും അറിയണം. കുറേ വർഷം മുമ്പ്, 10-15 വർഷം മുമ്പ്
മൊസാംബിക്കിലെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ നാഷണൽ കോൺഫറൻസിന് അവരെന്നെ ഗസ്റ്റ് സ്പീക്കറായിട്ട് വിളിച്ചു. ഒരു രാജ്യത്തിൻ്റെ മൊത്തം കോൺഫറൻസാണ്. 3000 പാസ്റ്റർമാരുള്ള 3000 സഭകളുള്ള മൊസാംബിക്കിൽ 3000 അസംബ്ലീസ് ഓഫ് ഗോഡ് സഭകളുണ്ട്. അതിൻ്റെ ജനറൽ സൂപ്രണ്ട് എന്നോട് ഇങ്ങനെ അവരുടെ മീറ്റിങ്ങിന് പോയി പ്രസംഗിക്കാനായിട്ട് എന്നെ വിളിച്ചു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് എന്താണ് പറയേണ്ടത്. അപ്പം ഞാൻ മൊസാംബിക്കിൽ ആദ്യം ചെന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപദേശവും പഠിപ്പീരും ഒക്കെ അവർക്ക് ഉണ്ടെങ്കിലും ജീവിതത്തിൽ വ്യത്യസ്തതയൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥ. അപ്പം എനിക്ക് അത് എംഫസൈസ് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായി. 1-2 അനുഭവം എനിക്ക് ഉണ്ടാവുകയും ചെയ്തു. ഒന്ന്, ഞാൻ അവിടെ ചെന്ന സമയത്ത് അസംബ്ലീസ് ഓഫ് ഗോഡിലെ അല്ല, വേറൊരു പാസ്റ്ററുമായിട്ട് ഞാൻ ഒരു മീറ്റിങ്ങിന് ചെന്നപ്പം പ്രാർത്ഥിക്കാൻ വേണ്ടി മുന്നിൽ ആൾക്കാർ വന്നപ്പോൾ വളരെ ക്ഷീണിച്ച് ഒരുമാതിരി ഒളിഞ്ഞു തൂങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി വന്നു. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. പിന്നീടാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം ഒരു പാസ്റ്ററാണെന്നും മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം പ്രാർത്ഥനയ്ക്കായിട്ട് എൻ്റെ അടുത്ത് വന്നത്. അതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ഒന്നാമത്തെ കാര്യം പറഞ്ഞാലും അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം, പോർച്ചുഗീസാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ ഇതൊന്നും അറിയാതെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ കർത്താവ് അദ്ദേഹത്തെ അത്ഭുതകരമായിട്ട് സൗഖ്യമാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു മെയിൽ ചെയ്തു, നെക്സ്റ്റ് ടൈം മൊസാംബിക്കിൽ വരുമ്പോൾ എയർപോർട്ടിൽ ഞാൻ വരും നിന്നെ സ്വീകരിക്കാൻ എന്ന് പറഞ്ഞു. എന്നെ വന്ന് സ്വീകരിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പല സ്ഥലങ്ങൾ യാത്ര ചെയ്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരിക്കൽ, അദ്ദേഹത്തിന് 2 പിള്ളേരൊക്കെ ഉണ്ട്, 2-3 പിള്ളേരുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാനിങ്ങനെ ചോദിച്ചു, എന്നായിരുന്നു നിങ്ങളുടെ മാരേജ്? വെൻ വാസ് യുവർ മാരേജ്? ഇദ്ദേഹത്തിലൂടെയാണ്, മൈ മാരേജ് വാസ് ഇൻ 95 ആൻഡ് വെഡിങ് വാസ് ഇൻ 2002. മൈ മാരേജ് വാസ് ഇൻ 95 ആൻഡ് വെഡിങ് വാസ് ഇൻ 2002. അപ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് ദ ഡിഫറൻസ്? എന്ത് ഇതിൻ്റെ വ്യത്യാസം? ഉടനെ പറഞ്ഞു, വി സ്റ്റാർട്ടഡ് ലിവിങ് ടുഗദർ ഫ്രം 1995 ബട്ട് ഒഫീഷ്യലി വി ഗോട്ട് മാരീഡ് ഇൻ 2002. അതാണ് വെഡിങ്. അതേ ഒരു സുവിശേഷകനാണെന്ന് ആലോചിക്കണം. പക്ഷെ സുവിശേഷകനായതിനു ശേഷമല്ല ഇത് നടന്നത്, അത് ശരിയാണ്. പക്ഷെ ആ സമൂഹത്തിൽ ഇതൊക്കെ ഒരു കോമൺ കാര്യമായിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, ഈ വിഷയമല്ല, പൊതുവെ നമ്മൾ ഡിഫറൻ്റ് ആയിരിക്കണം, നമ്മൾ വ്യത്യസ്തരായിരിക്കണം, നമ്മൾ വിശുദ്ധരായിരിക്കണം, ഈ വിഷയം പഠിപ്പിക്കണമെന്ന് തോന്നി. മറ്റൊരു അനുഭവം കൂടി എനിക്കുണ്ടായി. സംബേസിയ എന്ന് പറയുന്ന പ്രോവിൻസിൽ പണ്ട് ഡേവിഡ് ലിവിങ്സ്റ്റണൊക്കെ വന്ന് താമസിച്ചിട്ടുള്ള സ്ഥലമാണ്. ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയുടെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അതിലൊരു സ്ഥലം സംബേസിയ പ്രോവിൻസ് ആണ്. അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡിന് ഒരു ബൈബിൾ സ്കൂളുണ്ട്. ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അവിടെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവരുമായിട്ട് എനിക്ക് നല്ലൊരു റിലേഷനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു സ്റ്റേറ്റ് കോൺഫറൻസിനാണ് ഞാൻ ആദ്യമായിട്ട് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കുന്നത്. അവിടെ ഞാൻ എൻ്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത അവരുടെ ജനറൽ സൂപ്രണ്ട് അത് അറ്റൻഡ് ചെയ്തപ്പോൾ ആണ് അദ്ദേഹത്തിന് എന്നെ അവരുടെ നാഷണൽ കോൺഫറൻസിന് വിളിക്കണമെന്ന് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ നാഷണൽ കോൺഫറൻസിന് പോകുന്നത്. ഈ ബൈബിൾ സ്കൂളിലെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഈ സംബേസിയ അല്ലെങ്കിൽ മൊസാംബിക്കിലെ തന്നെ ഒരു പ്രത്യേകത, മൊസാംബിക്കിൽ പൊതുവെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. കാര്യം അവർ പോർച്ചുഗീസ് കോളനി ആയിരുന്നു, ഇംഗ്ലീഷ് കോളനി അല്ലായിരുന്നു. അതുകൊണ്ട് ആർക്കും അങ്ങനെ ഇംഗ്ലീഷ് അറിയത്തില്ല. പോർച്ചുഗീസ് അറിയാം, എല്ലാവർക്കും പോർച്ചുഗീസ് അറിയാം. അപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ നിന്ന് ഇംഗ്ലീഷുകാരായ ആളുകൾ ഇവിടെ മിഷണറിമാരായിട്ട് അങ്ങനെ വരാറില്ല. ഇവിടെ വന്നാലും ലാംഗ്വേജ് വലിയൊരു ബാരിയറാണ്. വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. ഇൻക്ലൂഡിങ് ഈ ബൈബിൾ സ്കൂൾ തുടങ്ങിയത് പോലും ഒരു കനേഡിയൻ മിഷനാണ്. പക്ഷെ അവർക്കത് നടത്താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാഞ്ഞതുകൊണ്ട് അവരത് ബ്രസീലിയൻസിനെ ഏൽപ്പിക്കുകയായിരുന്നു. കാര്യം ബ്രസീൽ പോർച്ചുഗീസ് സ്പീക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇവിടെ കുറച്ചുകൂടെ ഈസിയാണ്. അപ്പോൾ ബ്രസീലിയൻസ് ഒത്തിരി പേര് മിഷണറിമാരായിട്ട് മൊസാംബിക്കിൽ വരുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഒരു ബ്രസീലിയൻ മിഷണറി ഫാമിലി, ഹസ്ബൻഡ്, വൈഫ് ആൻഡ് എ ചൈൽഡ്,
ഈ ബൈബിൾ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഞാൻ കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രസീലിലൊന്നും ഇങ്ങനെയുള്ള ടീച്ചിങ്സ് ഒന്നും ഇല്ല, ഞങ്ങൾ തന്നെ ഇത് ആദ്യമാണ് കേൾക്കുന്നത്, നീ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ, ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ മിഷനറിയാ ഞാൻ ആദ്യമാണ് കേൾക്കുന്നത്. എന്നോട് പറഞ്ഞു ബ്രസീലിൽ വരണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ബ്രസീലിൽ പോയിട്ടുണ്ട്. അതല്ല, ഞാൻ ഇദ്ദേഹത്തോടെ ഒരു ചോദ്യം ചോദിച്ചു. മിഷണറി ആണല്ലോ, അപ്പം പുള്ളിയും വൈഫും ഒരു കുഞ്ഞുമാണ്. ഞാൻ ചോദിച്ചു, ദിസ് ഈസ് യുവർ ചൈൽഡ്, ഇത് നിന്റെ കുഞ്ഞാണോ? ഉടനെ പറഞ്ഞു യെസ്. ഉടനെ ഞാൻ ചോദിച്ചു, നിനക്ക് ഒരു കുഞ്ഞേ ഉള്ളോ? ഉടനെ മിഷണറി പറഞ്ഞു, അല്ല, എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഉടനെ ഞാനിങ്ങനെ ചോദിച്ചു, ഓക്കെ, എവിടെയാണ് ബാക്കിയുള്ള 2 കുഞ്ഞുങ്ങൾ? ഉടനെ ഇദ്ദേഹം എന്നോട് പറയാണ്, അത് അവരുടെ അമ്മയുടെ കൂടെ ബ്രസീലിലുണ്ടെന്ന്. അതായത് കൂടെ മൊസാംബിക്കിലേക്ക് വന്ന ഭാര്യയുടെ കൂടെ ആ ഭാര്യയുടെ കുഞ്ഞുണ്ട്, ബ്രസീലിലെ ഭാര്യയുടെ കൂടെ, ബ്രസീലിലെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കഴിഞ്ഞതായിരിക്കും, ഉപേക്ഷിച്ചായിരിക്കും, അറിയില്ല, അവരുടെ 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായി പോയി. ഇദ്ദേഹമാണ് മിഷനറി ആയിട്ട് വന്ന് പാവപ്പെട്ട ആഫ്രിക്കക്കാരെ നന്നാക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇത് എന്നെ ഒത്തിരി അങ്ങ് സ്വാധീനിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ നാഷണൽ കോൺഫറൻസിന്, പാസ്റ്റേഴ്സിൻ്റെ കോൺഫറൻസിന് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ദ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ, വേർപാടിൻ്റെ ഉപദേശം. ഞാൻ പറഞ്ഞു, പെന്തിക്കോസ്തുകാർ ഒരിക്കലും മറക്കരുതാത്തതായ ഉപദേശമാണ് വേർപാടിൻ്റെ ഉപദേശം. കാരണം നമ്മളുടെ ജീവൻ അതാണ്. നമ്മൾ വ്യത്യസ്തരാണ്, അത് നമ്മൾ മറന്നു പോകരുത്. ആ വ്യത്യസ്തത, വി നീഡ് ടു ബി ഡിഫറൻറ്റ്. അപ്പൊ ജീവിതത്തിലും ഉപദേശത്തിലും എല്ലാ കാര്യത്തിലും ഇന്നത്തെ ഒരു പ്രത്യേകത എന്നറിയാമോ? നമ്മൾ എല്ലാവരുമായിട്ടും ചേർന്ന് പോകാനാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാ മതങ്ങളിലും പെട്ട സുഹൃത്തുക്കൾ ധാരാളമുണ്ട്. അതായത് നമ്മൾ ആരോടും കൂട്ടുപിടിക്കരുതെന്നും ആരെയും സ്നേഹിക്കരുതെന്നൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഏത് മതത്തിൽപ്പെട്ട ആളുകളുമായിട്ട് സ്നേഹിച്ചാലും അവരെൻ്റെ സ്നേഹിതരൊക്കെയാണ്, കാര്യം ശരിയാണ്. പക്ഷെ ഞാൻ ആരാണെന്നുള്ളത് അവർക്കും അറിയാം, ആരാണെന്നുള്ളത് എനിക്കും അറിയാം. അവരോട് ആത്മീക വിഷയങ്ങളിൽ ചേർന്ന് പോകാനോ ഏതെങ്കിലും കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാനോ ഞാൻ തയ്യാറല്ല. പക്ഷെ ഇന്നൊത്തിരി കോംപ്രമൈസിങ് ആയി പോകുന്നു, ഇൻക്ലൂഡിങ് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരവസ്ഥയല്ലല്ലോ നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ ഇപ്പം നടക്കുന്നത്. കേറിയപ്പോഴേ കുറ്റം പറയുകയാണെന്ന് ചിന്തിക്കരുത്. കുറ്റം പറയുകയാണെന്നുള്ളതല്ല, സത്യം പറയണമല്ലോ. കുറ്റം പറയുന്നതും സത്യം പറഞ്ഞാൽ ചിലപ്പോൾ കുറ്റമായി പോകും, അതിപ്പോൾ നമ്മുടെ കുറ്റമല്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മുടെ മീറ്റിങ്ങുകളിൽ ദൈവവചനം കേൾക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ രാഷ്ട്രീയ പ്രസംഗങ്ങളല്ലേ കേൾക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കൺവെൻഷൻ മീറ്റിങ്ങുകളിലും പോലും രാഷ്ട്രീയക്കാർ വന്ന്, എനിക്ക് യാതൊരു വിരോധമില്ല രാഷ്ട്രീയക്കാർ വന്നിരുന്ന് സുവിശേഷം കേട്ടേച്ചു പോകുന്നതിനകത്ത്. പക്ഷേ ഇന്നിപ്പോൾ രാഷ്ട്രീയക്കാർ വന്ന് അവരുടെ സുവിശേഷം നമ്മളെ കേൾപ്പിക്കുക. എവിടെയാണ് സെപ്പറേഷൻ? അവരെ കേറ്റരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരുടെ ഭാഗമാണെന്ന് അറിയിക്കാൻ നമുക്കൊരു വെമ്പലാണ്. അത് തന്നെയല്ല, അവരും പറയുന്നത്, ഞാൻ ഈ വഴി പോവുകയാണെങ്കിൽ ഇവിടെ കയറി ചോറുണ്ടിട്ടേ പോവുള്ളൂ. അതൊന്നും കുഴപ്പമൊന്നുമില്ല, ചോറുണ്ണതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒന്നാണെന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഒന്നാണെന്ന് അവർ പറയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒന്നല്ല എന്ന് തന്നെയല്ല, നമുക്കൊന്നാകാൻ കഴിയില്ല. അപ്പൊ കോംപ്രമൈസിങ്, ഒത്തുതീർപ്പുകളുടെ ഒരു ലോകത്തിൽ വേർപാടിന്റെ ഒരു ശുശ്രൂഷ, വേർപാടിന്റെ ഒരു ഉപദേശം നമ്മൾ വ്യക്തമായി പഠിപ്പിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അതേ, നമ്മൾ ആരുടെ കൂടെ ഭക്ഷണം കഴിക്കരുതെന്നല്ല. യേശു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിച്ച വ്യക്തിയാണ്.
പരീശന്മാർ പോലും യേശുവിനെ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ പരീശത്വത്തിൽ കൂട്ടുനിൽക്കാൻ യേശുവിനെ കിട്ടിയില്ല. ജീസസ് വാസ് ഡിഫറൻറ്റ്. വളരെ കൃത്യമായിട്ട് യേശു കർത്താവ് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ലൗകികമായ കാര്യത്തെക്കുറിച്ച്, ലോകത്തിന്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയുള്ള ഒരു അനുഭവമായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്, ലോകത്തോടുള്ള നമ്മുടെ ബന്ധം എന്തായിരിക്കുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അതിൻ്റെ 18-ഉം 19 വായിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നു, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവിൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. യേശു തന്നെ പറഞ്ഞ കാര്യമാണ്. ഒന്ന്, നിങ്ങൾ ലോകക്കാരല്ല. ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. ലോകത്തിന് ആരെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ? ലോകത്തിന് സ്വന്തമായവരെ മാത്രമേ ലോകത്തിന് സ്നേഹിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ലോകം നമ്മളെ നോർമൽ വേയിൽ ചെയ്യുന്ന കാര്യം പകയ്ക്കുക എന്നുള്ളതാണ്. ലോകത്തോട് കൂട്ടുകൂടിയാൽ ലോകം നമ്മളെ പകയ്ക്കത്തില്ല. നമ്മളെ ലോകക്കാരായിട്ട് ലോകം കാണാൻ തുടങ്ങും. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ലോകക്കാരല്ല. കർത്താവ് വളരെ കൃത്യതയോടെ പറയുന്നു, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വി ആർ ചോസൻ ബൈ ഗോഡ്. 19-ാം വാക്യത്തിൽ എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഒന്ന്, നിങ്ങൾ ലോകത്തിലായിരുന്നു, അത് സംശയമുള്ള കാര്യമൊന്നുമല്ല. നമ്മള് ലോകത്തിലായിരുന്നു തന്നെയല്ല, ലോകക്കാരുമായിരുന്നു. ആരോ പറഞ്ഞതുപോലെ ആരും ആകാശത്ത് നിന്ന് പൊട്ടി വീണവരൊന്നും അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ആരും ആകാശത്ത് നിന്ന് പൊട്ടി വീണവരൊന്നും അല്ല. ഓക്കെ, പക്ഷേ അങ്ങനെ ലോകത്തിൽ നമ്മളായിരുന്നപ്പോൾ കർത്താവ് നമ്മളെ ലോകത്തിൽ നിന്ന് വിളിച്ച് തെരഞ്ഞെടുത്തു. അവിടെ എഴുതിയിരിക്കുന്ന ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട്. ആയിരിക്കുമ്പോഴാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മളെ ലോകക്കാരാകാത്തവരാകുകയാണ്, ലോകത്തിൽ നമ്മളെ വേർതിരിക്കുകയാണ്. വി ആർ ചോസൻ ആൻഡ് വി ആർ സെപ്പറേറ്റഡ്. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്, വേർതിരിക്കപ്പെട്ടവരുമാണ്. അതുകൊണ്ട് ആ യേശു നമ്മളെ വേർപാടിനായി വിളിച്ചെങ്കിൽ we need to be different, dare to be different. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. വ്യത്യസ്തരാകുന്നതിനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ഒരു കാരണവശാലും ലോകത്തോട് ഒത്തുതീർപ്പ് കാണിക്കരുത്. നമ്മുടെ വരും ദിവസങ്ങളിൽ നമ്മൾ ലോകക്കാരോടും നല്ലത്, ലോകത്തോടുള്ള ഒത്തുതീർപ്പ് നമുക്ക് പാടില്ല എന്നതുപോലെ തന്നെ അത് ലോകം പുറത്താണെങ്കിലും അകത്താണെങ്കിലും പുറത്തെ ലോകത്തോട് നമ്മൾ ഒത്തുതീർപ്പ് കാണിക്കരുത് എന്ന് തന്നെയല്ല. ഞാനത് പിന്നീട് പറയാം, നമുക്ക് സമയമുണ്ട്. ലോകം അകത്ത് കയറിയാൽ ആ ലോകത്തോടും നമ്മൾ അടുപ്പം കാണിക്കരുത്. ലോകം സഭയ്ക്കുള്ളിൽ കയറിയാൽ, നമ്മൾ കയറ്റിയതായിരിക്കത്തില്ല, പക്ഷേ എന്തോ പറയാനാ, ലോകം കയറി, അതിന് സംശയമൊന്നുമില്ല. അങ്ങനെ ലോകം അകത്ത് കയറിയാൽ ആ ലോകത്തോടും അകത്ത് കയറിയ ലോകത്തോടും നമ്മൾ വേർപെട്ടവരായിരിക്കണം. പുറത്തെ ലോകത്തോട് നമ്മൾ വേർപെട്ടവരായിരിക്കണം. അതേപോലെ അകത്ത് കയറിയ ലോകത്തോടും നമ്മൾ വേർപെട്ടവരായിരിക്കണം. നമുക്ക് ലോകത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ലോകം എന്ന് പറയുമ്പോൾ പല
അർത്ഥത്തിൽ അത് ആ വാക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഭൂമി എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ലോകം, ഈ ലോകം, അത് ഭൂമി, അത് ദൈവത്തിൻ്റെയാണ്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്. അതിനോട് യാതൊരു രീതിയിലുള്ള വെറുപ്പും നമുക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല. രണ്ട്, ലോകം എന്ന് പറയുന്നത് ജനങ്ങൾ എന്ന അർത്ഥത്തിലാണ്. ഒന്ന് ഭൂമി എന്ന അർത്ഥത്തിലാണ്, രണ്ട് ജനങ്ങൾ എന്ന അർത്ഥത്തിലാണ്. അപ്പം ഭൂമിയോട് നമുക്ക് വേർപാട് ആവശ്യമില്ല. രണ്ട്, ജനങ്ങളുടെ കാര്യം പറയുമ്പോൾ യോഹന്നാൻ 3:14 തന്നെ എന്താണ് പറയുന്നത്? For God so loved the world, he gave his only begotten Son, so that whosoever believeth in him shall not perish, but will have eternal life. God so loved the world. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. അവിടെ ലോകം എന്ന് പറയുന്നത് ജനങ്ങളാണ്, ഭൂമിയിലെ ജനങ്ങൾ, ഭൂമിയിലെ മനുഷ്യർ. ആ മനുഷ്യരെയും നമ്മൾ വെറുക്കേണ്ട കാര്യമില്ല, കാരണം ദൈവം അവരെ സ്നേഹിച്ചു. പക്ഷേ ലോകം എന്ന് മൂന്നാമത് ഉപയോഗിക്കുന്നത് ഈ ലോകത്തിൻ്റെ സിസ്റ്റമാണ്. അതിനെ നമ്മൾ സ്നേഹിക്കാൻ പാടില്ല. അതിനോടാണ് നമുക്ക് വേർപാട് ആവശ്യമായിരിക്കുന്നത്. ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. മനുഷ്യനെ സ്നേഹിക്കാം, പക്ഷേ ലോകത്തെ സ്നേഹിക്കാൻ പറ്റില്ല. ലോകത്തോട് നമുക്ക് സെപ്പറേഷൻ ആവശ്യമുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് വീണ്ടും പഠിക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, ഈ സെപ്പറേഷൻ അതിനെ വേണ്ട രീതിയിൽ നോക്കാതെ നമ്മൾ ലോകത്തോട് ചേർന്ന് നിന്നാൽ ലോകം നമ്മളെ പകയ്ക്കത്തില്ല. ഇവിടെ കർത്താവ് പറയുന്നത്, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു? ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട്, നിങ്ങൾ ലോകക്കാരായിരിക്കാത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. വി ആർ ചോസൻ ആൻഡ് സെപ്പറേറ്റഡ് ബൈ ഗാഡ്. ഒരു പരിധിവരെ ഞാൻ പറയട്ടെ, ഇത് ലോകക്കാർക്കും അറിയാം. അതുകൊണ്ടാണ് ആത്മാർത്ഥതയുള്ള ദൈവമക്കളെ കുറിച്ച് ലോകം പറയുന്നത് അവർ നമ്മളെ പോലെ അല്ലാന്ന്. ഇനി നിങ്ങൾ ലോകക്കാരല്ല. നേരത്തെ നമ്മൾ ലോകത്തിൻ്റെ സ്വന്തമായിരുന്നു, ഇപ്പോൾ നമ്മൾ ലോകക്കാരല്ല. വി ആർ നോട്ട് ഓഫ് ദ വേൾഡ്. നേരത്തെ ലോകക്കാരായിരുന്നു. വൺസ് വി വെർ ഓഫ് ദ വേൾഡ്. ഒരിക്കൽ നമ്മൾ ലോകക്കാരായിരുന്നു, പക്ഷെ ഇനിയിപ്പോൾ നമ്മൾ ലോകക്കാരല്ല. ലോകക്കാരായിരുന്നെങ്കിൽ ലോകം നമ്മളെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ലോകം നമ്മളെ പകയ്ക്കുന്നു. ലോകം പറയുന്നു, അവനെ സ്നേഹിക്കരുത്, അവൻ നമ്മുടെ സ്വന്തമല്ല, അവനെ പകയ്ക്കുക. അത് ലോകം പറയുകയാണ്. അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ ആളെ കുറിച്ച് പറയും, സാരമില്ലടാ, അവൻ പാട്ടൊക്കെ പാടും, യോഗത്തിനൊക്കെ പോകുന്നുള്ളതേ ഉള്ളൂ, അവൻ നമ്മളെപ്പോലെ. നമ്മളെ ലോകക്കാരനായിട്ട് ലോകം കണക്കാക്കുന്നതാണ് ഒരു വ്യക്തിയുടെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ, ദുരന്തം എന്ന് പറയുന്നത്. അത് സംഭവിക്കരുത്. യേശു ലോകക്കാരനല്ലായിരുന്നു. അതുകൊണ്ട് ലോകം യേശുവിനെ പകച്ചു. നാം ലോകക്കാരായിരുന്നപ്പോൾ ലോകം നമ്മളെ സ്നേഹിച്ചിരുന്നു. എന്നാൽ യേശു നമ്മെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഇപ്പോൾ നാം ലോകക്കാരല്ല, നമ്മൾ വ്യത്യസ്തരാണ്. അതുകൊണ്ട് ലോകം നമ്മളെ പകയ്ക്കുന്നു. കർത്താവ് പറയുന്നു, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു. യെസ്, അതിനു മുമ്പ് നേരത്തെ തന്നെ ലോകം യേശുവിനെ പകച്ചു. യേശുവിനെ ലോകം സ്നേഹിച്ചില്ല, കാരണം യേശു ലോകക്കാരനല്ലായിരുന്നു. യേശുവിന് ലോകം കൊടുത്തത് എന്താണ്? കിരീടമല്ല, സിംഹാസനമല്ല, ക്രൂശാണ്, മുൾക്കിരീടമാണ്. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ലോകക്കാരനല്ലാത്തതുപോലെ
ഞാൻ അല്ലാത്തത് കൊണ്ട് ലോകം എന്നെ പകച്ചു. യേശുവിന് കൊടുക്കുന്നതേ നമുക്ക് കിട്ടാനുള്ളൂ. അത് മതിയെന്ന് വെക്കണം. പക്ഷെ അത് നമുക്ക് അതാ ഒരു വലിയ പ്രശ്നം. എമ്മിച്ചെറിയാൻ സാറ് പാടിയ പാട്ട് എത്ര പ്രസക്തമാണ്. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനായി? നീ തരുന്ന പേരെനിക്കെന്തിനാ? കാര്യം എൻ്റെ നാഥന് നീ കൊടുത്തത് മുൾക്കിരീടമാണ്, അപമാനമാണ്, തല്ലാണ്, മരണമാണ്. നീ തരുന്ന പേരെനിക്ക് വേണ്ട. ലോകത്തിൻ്റെ പേരെനിക്ക് വേണ്ട. എനിക്ക് കസേര വേണ്ട. എനിക്ക് സ്ഥാനമാനങ്ങൾ വേണ്ട. ഇതൊന്നും കർത്താവിന് ആരും കൊടുത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എനിക്കും അത് വേണ്ട. ലോകം എന്നെ പകയ്ക്കും. കാര്യം യേശുവിനെ ലോകം പകച്ചു. നമ്മൾ വലിയ ആളൊന്നും ആകേണ്ട കാര്യമില്ല. കൊച്ചുഞ്ഞേശു പാടിയ ഒരു പാട്ടിനകത്ത് പറയുന്നത് കേമന്മാർ ലിസ്റ്റിൽ എൻ പേരും വേണ്ടെന്ന്. നമുക്കിന്നത്തെ പ്രശ്നം കേമന്മാരുടെ ലിസ്റ്റിൽ നമുക്ക് പേര് വരണം. അത് വലിയൊരു ഇഷ്യൂ ആണ്. കസേരയിൽ ഇരിക്കണം. കസേരയാ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. യേശു നിലത്തിരുന്ന് കാല് കഴുകി, ശിഷ്യന്മാരുടെ കാല് കഴുകി. നമ്മൾ കസേരയിലിരുന്ന് മറ്റുള്ളവരെ കൊണ്ട് കാല് കഴുകിക്കുന്നു. എവിടെയാണ് നമ്മുടെ സെപ്പറേഷൻ? എവിടെയാണ് നമ്മളുടെ വ്യത്യസ്തത? നമ്മൾ നേരത്തെ ലോകക്കാരായിരുന്നപ്പോൾ അതനുസരിച്ചൊക്കെ ജീവിച്ചവരാണ്. പക്ഷെ ഇനി ഡെയർ ടു ബി ഡിഫറെന്റ്, വ്യത്യസ്തരാകുവാനുള്ള ധൈര്യം കാണിക്കുന്നു. പെന്തിക്കോസ്തുകാര് വ്യത്യസ്തരായിരുന്നു. എല്ലാ അർത്ഥത്തിലും അവർ വ്യത്യസ്തരായിരുന്നു. അവരെക്കുറിച്ച് ലോകത്തിന് ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. അതാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം. 1 പത്രോസിന്റെ ലേഖനത്തില് നമ്മൾ അതിൻ്റെ 2-ാമത്തെ അധ്യായം 9-ഉം 10-ഉം വാക്യം വായിക്കുമ്പോൾ നേരത്തെ നമ്മൾ ആരായിരുന്നു, ഇപ്പോൾ നമ്മൾ ആരാണെന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഒരു വാക്യമാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഒരിക്കൽ മുമ്പേ നമ്മൾ ജനമല്ലാത്തവരായിരുന്നു, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. നേരത്തെ കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. മുമ്പേ ഇപ്പോൾ എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് ഉണ്ട്. ആ പഴയ കാര്യത്തിലേക്ക് നമ്മൾ മടങ്ങി പോകരുത്. ഒരിക്കൽ നമ്മൾ അന്ധകാരത്തിലായിരുന്നു, അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വി ആർ ആൻ എലക്ട് റേസ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. നേരത്തെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കണ്ടു. അവൻ തെരഞ്ഞെടുത്തപ്പോൾ ലോകത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്, സെപ്പറേറ്റ് ചെയ്യുകയാണ്. ആ സെപ്പറേഷൻ മുമ്പേ ഉള്ളതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട്, മുമ്പേ ജനമല്ലാത്തവർ, ഇപ്പോൾ ദൈവത്തിൻ്റെ ജനം. മുമ്പേ കരുണ ലഭിക്കാത്തവർ, ഇപ്പോൾ കരുണ ലഭിച്ചവർ. നമ്മൾ ഇപ്പോൾ ആരാണ് എന്നുള്ളത് നമ്മൾ അറിയണം. ആ ബോധ്യത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ. നമ്മൾ വ്യത്യസ്തരാകണമെന്ന് പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തത, നമുക്കുള്ള വ്യത്യസ്തത എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ പിന്നെ വ്യത്യസ്തരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തരാകാൻ വേണ്ടി വ്യത്യസ്തരാകുന്നതല്ലോ. ഹൂ വി ആർ, ഞാൻ ആരാണ്, ഞാൻ മറ്റുള്ളവരിൽ നിന്നുള്ള എൻ്റെ വ്യത്യസ്തത എന്താണ്, ഞാൻ ആരാണ്. അറ്റ്ലീസ്റ്റ് ഒന്ന് ഞാൻ എൻ്റെ ഐഡന്റിറ്റി മനസ്സിലാക്കണം.
ഞാൻ അവരെ പോലെ അല്ല, ഞാൻ ഡിഫറൻ്റ് ആണ്. എൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം. എൻ്റെ ഐഡൻറ്റിറ്റി, ഞാൻ ആരാണ് എന്നുള്ള തിരിച്ചറിവെങ്കിലും നമുക്ക് ഉണ്ടാകണം. ഞാൻ ആരാണെന്നുള്ള ശരിയായ തിരിച്ചറിവില്ലെങ്കിൽ ഞാൻ ആരെങ്കിലുമൊക്കെ ആയിപ്പോകും. അതുകൊണ്ട് ഇന്ന് വിശ്വാസികൾ തന്നെ ആരെങ്കിലുമൊക്കെ ആയി പോവുകയാണ്. മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കാനുള്ള അഭിവാഞ്ച കൂടിക്കൂടി വരികയാണ്. എന്നാൽ അങ്ങനെയല്ല, എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഡിഫറൻ്റ് ആയിരിക്കും, ഞാൻ വ്യത്യസ്തനായിരിക്കും. ഞാൻ പിന്നെ ഒരിക്കലും മറ്റുള്ളവരോട് ആ രീതിയിൽ അവരുടെ ഭാഗമാവുകയില്ല. നമ്മുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ബോധ്യമില്ലാത്തതാണ് നമ്മുടെ ഒരു വലിയൊരു പ്രോബ്ലം. പ്രത്യേകിച്ച് ഇന്നത്തെ പുതിയ തലമുറയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പഴയ തലമുറയ്ക്കില്ല, പിന്നെ ഇപ്പം പുതിയ തലമുറയുടെ. ഞാൻ ബഹ്റിനിലെ ഒരു പ്രാവശ്യം ക്ലാസ് എടുത്തപ്പോൾ അപ്പം പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ നോർമൽ വേയിൽ അങ്ങ് പറഞ്ഞു പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ആ കൺസേണൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാജു ബ്രദറെ, എന്തിനാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കുറ്റം പറയുന്നത്? നമ്മളെന്താ ഭേദമാണോ? അപ്പോൾ കുഞ്ഞുങ്ങളെന്ന് പറയുന്നതിനകത്ത് മാത്രം ഇവിടെയും നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മളോട് തന്നെ ചോദിക്കുക, നമുക്കറിയാമോ നമ്മൾ ആരാണെന്നുള്ളത്? ഡു വി നോ ഹൂ വി ആർ? ഞാൻ ആരാണ് എന്നുള്ളത് എനിക്ക് തന്നെ അറിയാൻ വയ്യാത്ത, അല്ലെങ്കിൽ ബോധ്യമില്ലാത്ത, അറിയാൻ വയ്യാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാമായിരിക്കും. എനിക്കറിയാവുന്നത് പലപ്പോഴും എൻ്റെ സെക്യുലർ ഐഡൻറ്റിറ്റിയാണ്. ഞാൻ ആരാണ്? അപ്പം ഞാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയും, ഐ എം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു നേഴ്സാണ്, ഞാൻ ഒരു ബിസിനസ്സുകാരനാണ് എന്നൊക്കെ പറയുന്നത്. അതല്ല ഐഡൻറ്റിറ്റി ഞാൻ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് യുവർ സ്പിരിച്വൽ ഐഡൻറ്റിറ്റി? അതിനെക്കുറിച്ച് വല്ല ബോധ്യമുണ്ടോ നമുക്ക്? അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയുമായിരിക്കും, ഞാൻ പെന്തിക്കോസുകാരനാണ്. അത് തന്നെ ആരും അങ്ങനെ പെട്ടെന്ന് പറയത്തില്ല. അതൊക്കെയാണ് നമുക്കുള്ള മാക്സിമം ഐഡൻറ്റിറ്റി. അല്ലെങ്കിൽ പെന്തിക്കോസിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അവിടെയും പിന്നെ വേറെ ഐഡൻറ്റിറ്റി കണ്ടെത്തും. ഇവിടെ നമ്മൾ കണ്ടല്ലോ, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. ഇപ്പം നമുക്ക് അത്ര ഐഡൻറ്റിറ്റി പോരാ. ദൈവത്തിൻ്റെ ജനമൊക്കെ ആയിരിക്കും, പക്ഷേ എനിക്ക് പ്രസിഡന്റ് ആകണം, അല്ലെ എനിക്ക് സെക്രട്ടറി ആകണം, അല്ലെ എനിക്ക് കൗൺസിൽ മെമ്പർ ആകണം, എനിക്ക് അതാകണം, ഇതാകണം. അതാണ് പൊക്കി പിടിച്ച് പറയുന്നതും. ഞാൻ കൗൺസിലുണ്ട് കേട്ടോ. എന്തോന്ന് കൗൺസിൽ? ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്തും ചിലപ്പോൾ ആളുകൾ പറയും, ഒരു പ്രശ്നം ഉണ്ടായാൽ തീർക്കണ്ടേ ബ്രദറെ? കൗൺസിൽ ഉണ്ടായതിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ അത്രയൊന്നും നേരത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഞാൻ കുറിയന്നൂർ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ മെമ്പറായി ഇപ്പം ഏകദേശം 50 വർഷം ആകാറായി, 49 വർഷമായി. ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന് കുറിയന്നൂർ IPC ചർച്ചിൻ്റെ മെമ്പറായി ആദ്യത്തെ 30 വർഷങ്ങൾ ഞങ്ങളുടെ സഭയിൽ കമ്മിറ്റി ഇല്ലായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ സഭയ്ക്ക് ഒരു ദോഷവും ഉണ്ടായിട്ടില്ല. പാസ്റ്റർ ഉണ്ടായിരുന്നു, പൈസ ഒക്കെ കൈകാര്യം ചെയ്യാനൊരു അച്ചായനെ ഏൽപ്പിച്ചു. അച്ചായനത് മാന്യമായിട്ട് കൈകാര്യം ചെയ്തു. ഫിനിഷ്. പ്രതിപുരുഷന്മാരെ ഞങ്ങൾ കുമ്പനാട്ട് അയച്ചിട്ട് പോലും ഇല്ല ആ 30 വർഷം. അന്നൊരു പ്രശ്നമില്ലായിരുന്നു. കമ്മിറ്റി ഉണ്ടായപ്പോൾ തൊട്ട് പ്രശ്നമാണ്. എന്തോന്ന് കമ്മിറ്റി? എൻ്റെ ഐഡൻറ്റിറ്റി കമ്മിറ്റിയിലല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. 49 വർഷമായി ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് എനിക്ക് ആ രീതിയിൽ ഒരു ഐഡൻറ്റിറ്റി എനിക്ക് ഇല്ലാത്തതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നുമില്ല, അന്നുമില്ല, ഇനിയും വേണ്ടാതാൻ. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല. എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെ ജനം, മുമ്പേ ജനമല്ലാത്തവർ, ഇപ്പോൾ ദൈവത്തിൻ്റെ ജനം. ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാനൊരു ദൈവ പൈതലാണ് എന്നുള്ളതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്. ഇതാണ് ഐഡൻറ്റിറ്റി. ഈ ഐഡൻറ്റിറ്റി എനിക്ക് ഈ രീതിയിൽ ആത്മീയമായ ഒരു ഐഡൻറ്റിറ്റി എനിക്ക് എന്നെ പിന്തുടരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലോകക്കാരനാകാൻ പരിശ്രമിക്കുകയില്ല. ഞാൻ ലോകത്തിൽ നിന്നുള്ള വ്യത്യസ്തത,
ഞാൻ ആരാണ് എന്ന് ഞാൻ അറിയണം. കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞ അതാണ്. പലപ്പോഴും കോളേജുകളിലേക്കൊക്കെ നമ്മുടെ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരൊക്കെ കോളേജിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് അല്ലെങ്കിൽ ഹോസ്റ്റലുകളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അടിസ്ഥാനപരമായി അവർ നേരിടുന്ന വലിയൊരു പ്രശ്നം ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. ഹൂ ഞാൻ ആരാണ്? ഒരു സ്പിരിച്വൽ ഐഡന്റിറ്റി നമ്മളെ വീടുകളിൽ നിന്ന് നമ്മൾ അവർക്ക് കൊടുത്തു വിട്ടില്ലെങ്കിൽ അവർ വേറെ വല്ല ഐഡന്റിറ്റിക്ക് വേണ്ടിയും പരിശ്രമിക്കും. കേമന്മാരുടെ ലിസ്റ്റിൽ പേര് വേണമെന്ന് തോന്നും. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തും. സെക്യുലർ ഫീൽഡിലേക്ക് അവർ ഇറങ്ങി സെക്യുലർ ഐഡന്റിറ്റി ഉണ്ടാക്കാനായിട്ട് നോക്കും. കാര്യം ബാക്കിയുള്ളവരുടെ എല്ലാ ഐഡന്റിറ്റി സെക്യുലർ ഐഡന്റിറ്റിയാണ്. ഹൂമായി ഞാൻ ആരാണ്? ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. ഐ എം നോട്ട് ലൈക്ക് അതേഴ്സ്. ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരാണെന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മുടെ ജീവിതം വ്യത്യസ്തമായിരിക്കും. ഞാൻ അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹം രാജകുമാരനായിരുന്നപ്പോൾ, വെൻ ഹി വാസ് വെരി യങ്, ടീനേജിൽ കയറിയപ്പോൾ, അവൻ്റെ ടീനേജ് സമയത്ത് അവന് ഫിലിപ്പ് രാജാവിൻ്റെ മകനാണ് അലക്സാണ്ടർ രാജകുമാരൻ. അപ്പോൾ അന്നുണ്ടായ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂട്ടുകെട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുമല്ലോ. ഈ അലക്സാണ്ടറിന് ഉണ്ടായ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് സ്ട്രീറ്റ് ബോയ്സ് ആൻഡ് ഗേൾസ്, സ്ട്രീറ്റ് ബോയ്സാണ്. ആ തെരുവിൽ കിടന്ന് അലച്ചു വിളിക്കുന്ന ആ പിള്ളേരുമായിട്ട് ഇവൻ എങ്ങനെയോ കമ്പനിയായിപ്പോയി. അങ്ങനെ അവരിൽ ഒരാളെ പോലെ ആകുകയും വഴക്കുണ്ടാക്കുകയും അടിയുണ്ടാക്കുകയും ചീത്ത വിളിക്കുകയും വല്ലാത്ത രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഫിലിപ്പ് രാജാവിന് ഭയങ്കര സങ്കടമായിപ്പോയി. നമുക്കെല്ലാം ഉണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ മോശമായ ഒരു നിലയിലേക്ക് പോയാൽ ഉണ്ടാകുന്ന പ്രശ്നമുണ്ടല്ലോ. എന്നാൽ ഫിലിപ്പ് രാജാവ് അലക്സാണ്ടർ രാജകുമാരനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു, മോനെ, നീ നിന്റെ കൂട്ടുകാരുടെ കൂടെ പോകുമ്പോൾ ഒരു കാര്യം നീ ഓർത്തോണം. നീ ആരാണ്? ഹൂ യു ആർ. അതേപോലെ നീ ആരാകാനുള്ളവനാണ്. ഈ രണ്ട് കാര്യങ്ങൾ നീ ഓർത്തോണം. ഒന്ന്, നീ ആരാണെന്ന് ഓർക്കണം. നീ ആരാണ് എന്നുള്ളത് നീ ഓർക്കണം. നീ ആരാകാനുള്ളവനാണ് എന്നുള്ളത് നീ ഓർക്കണം. ആ ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള ബോധ്യം. ഇത് അലക്സാണ്ടർ രാജകുമാരനെ മാറ്റിമറിച്ചു കളഞ്ഞു. പിന്നീട് അവൻ്റെ കൂട്ടുകാർ സ്ട്രീറ്റ് ബോയ്സുമായിട്ടൊക്കെ ഇടപെട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവൻ പെട്ടെന്ന് ആലോചിക്കാൻ തുടങ്ങി, ഹൂമായി ഞാനൊരു തെരുവ് കുട്ടിയല്ല, ഞാൻ ഫിലിപ്പ് രാജാവിൻ്റെ മകനാണ്. ഞാൻ ഈ രാജ്യം ഭരിക്കേണ്ടവനാണെന്ന് തന്നെയല്ല, അപ്പനവനെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്, മോനെ, ഞാൻ ഈ രാജ്യം ഭരിക്കുന്നെങ്കിൽ നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഈ രാജ്യം മാത്രം ഭരിക്കാനല്ല, നീ രാജ്യങ്ങൾ മുഴുവൻ ഭരിക്കുവാൻ, ഒരു വേൾഡ് എംപററായിട്ട് ലോക ആകുവാനാണ് ഞാൻ നിന്നെ അഭ്യസിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അതാണ് നിന്നെക്കുറിച്ചുള്ള എൻ്റെ മോഹം എന്ന് അപ്പൻ പലപ്പോഴും പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ കൂട്ടുകാരുടെ കൂടെ കളിച്ചു നടക്കുമ്പോൾ അവൻ ആലോചിക്കാൻ തുടങ്ങി, ഹൂമായി ഞാൻ ആരാ? ഞാനൊരു തെരുവ് കുട്ടിയല്ല, ഞാൻ ഫിലിപ്പ് രാജാവിൻ്റെ മകനാണ്. ഐ എം എ പ്രിൻസ്. അതുപോലെ ഞാൻ ഇവരെ പോലെ കളിച്ച് ചീത്തയും വിളിച്ച് വഴക്കം ഉണ്ടാക്കി ഡ്രഗ്സും അടിച്ചൊക്കെ പോകാനുള്ള ഒരുത്തനല്ല. എനിക്കൊരു ഫ്യൂച്ചറുണ്ട്. ലോക ജേതാവാകുവാനാണ് എൻ്റെ വിളി, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ. ഇത് അലക്സാണ്ടറെ മാറ്റിമറിച്ചു. വളരെ ഡിഫറൻ്റായിട്ട്, വ്യത്യസ്തനായിട്ട് ജീവിക്കാനും, അങ്ങനെ നമുക്കറിയാവുന്നതുപോലെ അലക്സാണ്ടർ ആ ജീവിതത്തിൻ്റെ എല്ലാ രാഷ്ട്രീയമായി ഏറ്റവും ഉയർന്നതായ അവസ്ഥയിലേക്ക് വന്നു. മാസിഡോണിയയുടെയും ഗ്രീസിൻ്റെയും ലോകത്തിൻ്റെയും എല്ലാം ചക്രവർത്തിയായിട്ട് വാഴത്തക്ക നിലയിൽ. പക്ഷേ ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള ബോധ്യമാണ് അവനെ ആ രീതിയിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരാണ്, നമ്മൾ ആരാകാനുള്ളവനാണ് എന്നുള്ള ബോധ്യം. നമ്മൾ ആരാണ് എന്ന് ചോദിച്ചാൽ
1 പത്രോസ് നമ്മളിവിടെ വായിച്ച വേദഭാഗത്ത് തന്നെ നമ്മൾ കാണുന്നത് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, നിങ്ങളോ അന്ധകാരത്തിൽ തന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചുകൊണ്ട് സൽഗുണങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, എ ചോസൻ ജനറേഷൻ, എലക്ട് റേസ്, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, അതൊത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു കിങ്ലി ആയിട്ടുള്ള ഒരു രാജകീയ അനുഭവമുണ്ട്. അതേസമയം നമ്മൾ പുരോഹിതന്മാരുമാണ്. ഇത് ഞാൻ ഇപ്പോൾ അധികം എക്സ്പ്ലെയിൻ എങ്കിലും ഞാൻ പറയാം. രാജാവ് എന്ന് പറയുന്നത് പുരോഹിതൻ എന്ന് പറയുന്നതും രണ്ടും ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്ക് നിൽക്കുന്നവരാണ്. പുരോഹിതൻ മനുഷ്യന്റെ സ്ഥാനത്ത് നിന്ന് ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യനെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്നു. പുരോഹിതൻ മനുഷ്യനും ദൈവത്തിനും ഇടയ്ക്കുള്ള ആളാണ് പുരോഹിതൻ. പക്ഷെ അവിടെ അവൻ മനുഷ്യന്റെ പ്രതിനിധിയാണ്, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു മനുഷ്യന് വേണ്ടി. എന്നാൽ രാജാവ് ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്കുള്ള വ്യക്തിയാണ്. പക്ഷേ രാജാവ് ദൈവത്തിന് വേണ്ടി മനുഷ്യരോട് ഇടപെടുന്ന വ്യക്തിയാണ് രാജാവ്. രാജാവ് ദൈവത്തിന് വേണ്ടി മനുഷ്യനെ ഭരിക്കുന്നു. പുരോഹിതൻ മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കൊരു ശുശ്രൂഷയുണ്ട്. എന്നെ ദൈവം ദൈവത്തിനും മനുഷ്യനും മധ്യത്തിലാക്കിയിരിക്കുകയാണ്. ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് മനുഷ്യനോട് ഇടപെടുവാനും മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് ദൈവത്തോട് സംസാരിക്കുവാനും ദൈവം എന്നെ ആക്കിയിരിക്കുന്നു. എൻ്റെ ഐഡന്റിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ചെറിയ ഐഡന്റിറ്റി ആണോ ഇത്? ഇതൊക്കെ ഒത്തിരി വിശദമാക്കേണ്ടതാണ്. എങ്കിലും ഞാനങ്ങ് പറഞ്ഞു പോകുകയാ. പ്രിയമുള്ളവരെ, ഈ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടെങ്കിൽ എനിക്ക് തോന്നിവാസം ജീവിക്കാൻ പറ്റുമോ? ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ് മനുഷ്യരുടെ മുമ്പിൽ. മനുഷ്യരുടെ പ്രതിനിധിയാണ് ദൈവത്തിന്റെ മുമ്പിൽ. ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്ക് ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. ഞാനൊരു ഇലക്ട് റേസ് ആണ്, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്. എന്തൊരു ശക്തമായ ഐഡന്റിറ്റിയാണത്. നമ്മൾ മനുഷ്യരോട് ഇടപെടുമ്പോൾ, അത് ചന്തയിൽ ഒരു മനുഷ്യനോട് ഇടപെട്ടാൽ പോലും ഞാൻ മനസ്സിലാക്കണം, ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയായാണ് ഈ മനുഷ്യനോട് സംസാരിക്കുന്നത്. ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും എനിക്കറിയാം ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ് എന്ന് തന്നെയല്ല, ഈ മനുഷ്യർക്ക് വേണ്ടി ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. ഈ ഒരൊറ്റ കാര്യം, ഒരു ചെറിയ കാര്യം, ഒരൊറ്റ വാക്ക്, ഞാൻ ആരാണെന്ന് എന്നെ മനസ്സിലാക്കുന്നത്, ദൈവത്തിന് വേണ്ടി മനുഷ്യരുടെ മുമ്പിലും മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിലും നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞാൽ ഞാൻ പിന്നെ ലോകക്കാരനെ പോലെ ആകുമോ? പ്രിയമുള്ളവരെ, ഞാൻ വ്യത്യസ്തനാവുകയില്ലേ? ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്കും കയറി നിൽക്കാൻ ദൈവം ലോകക്കാരനെ അനുവദിച്ചിട്ടില്ല. ലൗകികനായ ഒരു വ്യക്തിക്കും, അവൻ എത്ര വലിയ പൊളിറ്റീഷ്യൻ ആണെങ്കിലും, അവൻ എത്ര ധനികനാണെങ്കിലും, അവൻ എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും, ദൈവത്തിനും മനുഷ്യനും മധ്യത്തിൽ നിൽക്കാൻ ദൈവം അവനെ നിയോഗിച്ചിട്ടില്ല. അങ്ങനെ നിയോഗം ലഭിച്ചവനാണ് ഞാൻ. അഹങ്കരിക്കാൻ വേണ്ടിയല്ല, ഉത്തരവാദിത്തം. ഇത് നമുക്ക് വലിയ ഉത്തരവാദിത്തമാണ് നൽകുന്നത്. ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഞാൻ ആരാണെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ, അടുത്തത് പറയുന്നത് വിശുദ്ധ വംശമാണ്. ഐ എം എ ഹോളി നേഷൻ. ഹോളി നേഷൻ. എനിക്ക് അശുദ്ധിയിലേക്ക് പോകാൻ കഴിയില്ല. എനിക്ക് ലൗകികതയിലേക്ക് പോകാൻ കഴിയില്ല. ഹോളി എന്ന് പറയുമ്പോൾ അതിനകത്ത് സെപ്പറേറ്റഡ് എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട്.
ഞാൻ ഈ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനാണ്. ലൗകികതയിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനാണ്. എനിക്ക് ലൗകികതയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ല. എനിക്ക് ചുറ്റും ദൈവത്തിന്റെ ഒരു ആവരണമുണ്ട്, വിശുദ്ധിയുടെ ഒരു ആവരണമുണ്ട്. ആ വിശുദ്ധിയുടെ ആവരണം ധരിച്ചുകൊണ്ട് വേണം ഞാൻ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. എൻ്റെ ഓരോ ദിവസങ്ങളിലും, അനുദിന ജീവിതത്തിൽ ഞാൻ ആരാണ് എന്നുള്ളത് ഒന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ ഞാൻ വ്യത്യസ്തനായിരിക്കും. ഞാൻ ലൗകികനായി ജീവിക്കുകയില്ല. അതോട് ചേർന്ന് പറയാണ് സ്വന്തം ജനം. യെസ്, ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. ഞാൻ ദൈവത്തിൻ്റെ ജനമാണ്. എനിക്ക് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ കഴിയില്ല. ഞാൻ ഡിഫറൻ്റ് ആണ്. ഡോക്ടർ നമ്പൂതിരിപ്പാട് നമ്മളുടെ ലുധിയാന മെഡിക്കൽ കോളേജിൻ്റെയും മറ്റും ചെയർപേഴ്സൺ ആയിരുന്ന ആളാണ്. ഡോക്ടർ നമ്പൂതിരിപ്പാട് രക്ഷിക്കപ്പെട്ടു വരുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം അതിന് മുഖാന്തരമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം യൂറോപ്പിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജോലി ചെയ്തപ്പോൾ, പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പാർട്ടി നടക്കുകയാണ്. ഹോസ്പിറ്റലിൻ്റെ അദ്ദേഹം മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹോസ്പിറ്റലിൻ്റെ എല്ലാവരും കൂടെ ചേർന്നുള്ള വലിയൊരു പാർട്ടി നടക്കുകയാണ്. പഠിത്തം കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും മദ്യപിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇദ്ദേഹം ഒരു ഓറഞ്ച് ജ്യൂസും എടുത്ത് കുടിച്ചുകൊണ്ട് ഒരു മൂലയ്ക്ക് പോയിരുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, അക്കൗണ്ടൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉള്ള ഒരു വലിയൊരു മീറ്റിംഗ് ആണ്. അപ്പോൾ ഇദ്ദേഹം നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി, അവിടുത്തെ ഒരു നേഴ്സാണ്, അവൾ ഇതുപോലെ ഒരു ഓറഞ്ച് ജ്യൂസും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കാര്യ ഡോക്ടർ നമ്പൂതിരിപ്പാട് അദ്ദേഹം ബിക്കോസ് ഓഫ് ഹിസ് അദ്ദേഹം വളർന്നു വന്ന സാഹചര്യത്തിൽ അദ്ദേഹം മദ്യപിക്കുന്ന ഒരു വ്യക്തി അല്ലായിരുന്നു. ക്രിസ്ത്യാനി അല്ല, പക്ഷെ മദ്യപിക്കത്തില്ലായിരുന്നു. എന്നാൽ ഈ സഹോദരി മദ്യപിക്കാതെ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസും കുടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഡോക്ടർ നമ്പൂതിരിപ്പാട് അടുത്ത് എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് മദ്യപിക്കാത്തത്? അവിടെ സ്ത്രീകളും എല്ലാവരും മദ്യപിക്കുകയാണ്. നിങ്ങൾ എന്താണ് ഈ ജ്യൂസും കുടിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്താണ് മദ്യപിക്കാത്തത്? ഈ സഹോദരി പറഞ്ഞു, ഐ കനോട്ട് ഡ്രിങ്ക് ആൽക്കഹോൾ ബിക്കോസ് ഐ എം എ ക്രിസ്ത്യൻ. എനിക്ക് മദ്യപിക്കാൻ പറ്റില്ല, കാര്യം ഞാനൊരു ക്രിസ്ത്യാനിയാണ്. നമ്പൂതിരിപ്പാട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഈ ബാക്കിയുള്ളവരൊക്കെ പിന്നെ ആരാ? അവിടെ എല്ലാവരും ക്രിസ്ത്യാനികളാണ്, പക്ഷെ എല്ലാവരും മദ്യപിക്കുന്നുണ്ട്. ശിവര് പറഞ്ഞു, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ ഒബേ ഗോഡ് ആൻഡ് ഗോഡ്സ് വേർഡ്. ആ സഹോദരിയുടെ സാക്ഷ്യം ഈ നമ്പൂതിരിപ്പാടിനോട് പറഞ്ഞു. അത് അദ്ദേഹത്തെ വളരെ സ്വാധീനിച്ചു. ഈ സഹോദരി, പെൺകുട്ടി എന്ന് പറഞ്ഞു, നേഴ്സാ. ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ സഹോദരി അവിടെ ഡിഫറൻ്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ് അവർ ഡിഫറൻ്റ് ആയത്? അവർക്ക് ബോധ്യമുണ്ട് ഞാൻ ആരാണെന്ന്. ഞാൻ മറ്റുള്ളവരെ പോലല്ല, ഞാൻ വ്യത്യസ്തനാണ് എന്നുള്ള വലിയൊരു ബോധ്യം ഈ സ്ത്രീക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ മറ്റുള്ളവരെ പോലെ ആകാൻ പരിശ്രമിച്ചില്ല എന്ന് തന്നെയല്ല, അവരതിന് ധൈര്യപ്പെട്ടു. ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്തില്ല. ഇന്ന് പെന്തിക്കോസുകാർ പിള്ളേർ ചോദിക്കുന്നുണ്ട്, സോഷ്യൽ ഡ്രിങ്കിങ്ങിനകത്ത് പ്രശ്നം വല്ലതും ഉണ്ടോ പാസ്റ്ററെ? എല്ലാവരും കുടിക്കുമ്പം നമ്മൾ മാത്രം മാറി നിൽക്കുന്നത് ശരിയാണോ? എന്തുകൊണ്ടാണെന്നറിയാമോ? ഐ എം സോറി ടു സേ, ഈ പാവം പയ്യന് അവൻ ആരാണെന്ന് അറിയില്ല. അവൻ്റെ കുറ്റം മാത്രമല്ല, അവൻ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള ബോധ്യം അവൻ്റെ വീട്ടുകാരവന് കൊടുത്തില്ല, അവൻ്റെ സഭയും അവന് കൊടുത്തില്ല. ഒന്നാമത് അതിൻ്റെ ചുമതലക്കാർ അവൻ്റെ മാതാപിതാക്കളാണ്.
രണ്ടാമത് ഞാൻ പറയട്ടെ, നമ്മുടെ സഭയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരാരാണെന്നുള്ള ബോധ്യം, അവരാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അപ്പൻ്റെ അമ്മയുടെയും പേര് വെച്ചൊന്നും പറയുന്നതല്ല, ജോലി പറയുന്നതല്ല, പഠിത്തം പറയുന്ന ഒന്നുമല്ല. വാട്ട് ഈസ് ദർ സ്പിരിച്വൽ ഐഡന്റിറ്റി, ഹൂ ദേ ആർ. അവൻ ഒരു എലക്ട് റേസ് ആണ്, സെപ്പറേറ്റഡ് ജാതിയാണ്, വ്യത്യസ്തനായ വ്യക്തിയാണ്. ദൈവത്തിന് പകരം രാജകീയ പുരോഹിത വർഗമാണ്. കോളേജിൽ പോകുന്ന പിള്ളേര് അവൻ മനസ്സിലാക്കണം, ഞാൻ ഈ കോളേജിൽ പഠിക്കാനാണ് പോകുന്നത്, പക്ഷേ എന്നെ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് അയച്ചിരിക്കുന്നത്. ഞാൻ രാജകീയ പുരോഹിത വർഗമാണ്. ദൈവത്തിൻ്റെ പ്രതിനിധിയായി കോളേജിൽ പോകുന്നവൻ അവൻ മദ്യപിക്കില്ല, അവൻ ആ കാര്യങ്ങൾക്ക് വേണ്ടി പോകില്ല. എന്ന് തന്നെയല്ല, അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിലും പോയി നിൽക്കും. അവനവരെ സ്നേഹിക്കും. നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. ഞാൻ രക്ഷിക്കപ്പെട്ട് കോളേജിൽ പോയ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പലരോടും സാക്ഷ്യങ്ങളിലും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഞാൻ ഹോസ്റ്റലിൽ ചെന്ന് റാഗിംഗ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അവരെന്നോട് പല പല കാര്യങ്ങൾ പറഞ്ഞു. കസേര ഇരിയട അവിടെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എവിടെ ഇരിക്കണ്ടത്? കസേരയിൽ ഇരിക്കാൻ. ഞാൻ ചോദിച്ചു കസേരയില്ലല്ലോ. കസേര ഉണ്ടെന്ന് വെച്ചിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള റാഗിംഗ് ഒക്കെ ചെയ്തു. അതൊക്കെ അനുസരിച്ചു, ചേട്ടന്മാർ പറയുന്നല്ലേ. അത് കഴിഞ്ഞപ്പോൾ അവന്മാർ പറഞ്ഞു സിഗരറ്റ് വലിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വലിക്കത്തില്ല. എന്നെ ചോദിച്ചാൽ അതെന്താ? അന്ന് 15 വയസ്സേ ഉള്ളൂ, പ്രീ ഡിഗ്രിക്ക് വലിക്കുകയല്ലേ, ഹോസ്റ്റലില്ല. 15 വയസ്സുള്ള ചെറുക്കനോട് സിഗരറ്റ് കത്തിച്ചു കൊടുത്തിട്ട് വലിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ വേയിൽ ആവേശത്തോടെ വലിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു ഐ എം സോറി, നിങ്ങൾ പറയുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം, പക്ഷേ എനിക്ക് സിഗരറ്റ് വലിക്കാൻ പറ്റില്ല. വൈ? അന്നത്തെ ആവേശത്തിന് ഞാൻ പറഞ്ഞു ഞാൻ പെന്തിക്കോസാന്ന് പറഞ്ഞു. അന്ന് ഇതിപ്പം 49 വർഷം 48 45 46 വർഷം മുമ്പത്തെ കാര്യമായി പറയുന്നത്, 46 years. അപ്പോൾ അന്ന് ഇവരെന്നോട് ചോദിച്ചു എന്താണ് പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ. കാര്യം അന്ന് ഈ പെന്തിക്കോസുകാരൊന്നും അവർക്കറിയില്ല. പിന്നെ ഈ കരിസ്മാറ്റിക്കും അന്ന് അങ്ങനെ തുടങ്ങിയിട്ടില്ല, കാത്തലിക്സ് ആണ് എൻ്റെ ചുറ്റുമുള്ള ആളുകൾ. അപ്പം ഞാൻ പറഞ്ഞു I will tell I'm a child of God. There are things that I can do and there are things that I cannot do. I cannot smoke because I'm a child of God. ഞാൻ എൻ്റെ ഐഡന്റിറ്റി അവൾക്ക് വെളിപ്പെടുത്തി. അമ്മ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എന്നെ ഞോണ്ടാനൊക്കെ തുടങ്ങി. ഒക്കെ ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അവരുടെ മുമ്പിൽ ഞാൻ എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് കൊണ്ട് പിന്നീട് എന്നെ അതിനവർ നിർബന്ധിച്ചുമില്ല. കൂട്ടുകാരെല്ലാം കൂടെ കൂടിയിരുന്ന് കള്ളു കുടിക്കുന്ന എൻ്റെ മുറിയിൽ വന്നവന്മാരെല്ലാം കൂടെ വെള്ളം ഒഴിച്ച് ബാറാക്കിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് ഒരു പെഗ് അടിക്കുന്നു എന്ന് അമ്മമാർ ചോദിച്ചിട്ടില്ല. കാര്യം അമ്മമാർക്ക് അറിയാം ഞാനത് ചെയ്യില്ല എന്നുള്ളത് അറിയാം. എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ അവർ വിളിച്ചിട്ടില്ല. ഇന്നും ഈയിടെ ഒരാൾ ചോദിച്ചു മദ്യത്തിൻ്റെ ടേസ്റ്റ് അറിയാമോ എന്ന് ചോദിച്ചു. ഐ എം സോറി ടു സേ, സോറി അല്ല, ഐ എം ഹാപ്പി ടു സേ, ബിയറിൻ്റെ പോലും ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല, ബിയറിൻ്റെ ഉൾപ്പെടെ. ദൈവത്തിൻ്റെ ഒരു മഹാകരുണയാണ്. ഞാൻ ആ കാര്യത്തിൽ സന്തോഷിക്കുന്നു. മറ്റൊന്നുമല്ല, എനിക്കറിയായിരുന്നു ഞാൻ ആരാണെന്ന്, ഹൂ ആം ഐ. എൻ്റെ ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള നല്ല ബോധ്യം എനിക്കുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള നല്ല ബോധ്യം ഉണ്ടാക്കി കൊടുത്താൽ അവർ വ്യത്യസ്തരായിരിക്കും. നാച്ചുറലി അവർ വ്യത്യസ്തരാകും. സ്വന്തം ജനം, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, നാം വ്യത്യസ്തരാണ്, നമ്മൾ അവരെ പോലെ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നാം ആരാണ്? വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്.
അലക്സാണ്ടറോട് പറഞ്ഞ കാര്യമുണ്ട്, നീ ആരാകാനുള്ളവനാണെന്നും നീ അറിയണം. അതുകൊണ്ട് നമ്മൾ ആരാണെന്നുള്ളത് നമ്മൾ ദൈവ മക്കളാണ്, നമ്മൾ ദൈവ മക്കളാണെന്നുള്ളത്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു പോവുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാകും. ദൈവാത്മാവ് നടത്തുന്നവൻ ഏവനും ദൈവത്തിൻ്റെ മക്കളാകും. അത് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളെ ദൈവാത്മാവ് നടത്തുന്നു. അപ്പോൾ ഇഫ് വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്, വെറുതെ പറഞ്ഞാൽ പോരാ, ഞാൻ പെന്തിക്കോസ്താണെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നടത്തുന്നത്, നയിക്കുന്നത് ദൈവാത്മാവാണോ? ദൈവമക്കളാണെങ്കിൽ ദൈവാത്മാവ് നടത്തും. സ്പിരിറ്റ് കൺട്രോൾഡായിട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണ് നമ്മളെ പിതാക്കന്മാരെല്ലാവരും ചെയ്തിരുന്നത്. ആത്മനിയന്ത്രിതരായിരുന്നു നമ്മുടെ പിതാക്കന്മാർ, ആത്മനിയന്ത്രിതം. പണ്ടൊക്കെ ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സഭയിൽ നമ്മുടെ പിതാക്കന്മാരെ പറയുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം. നേരെ മുട്ടുമടക്കുകയാണ്. അതായിരുന്നു അവരുടെ പതിവ്. അവരവിടെ ഇരുന്ന് ദൈവാത്മാവ് അവരോട് സംസാരിച്ചതിന് ശേഷം അവർ എഴുന്നേൽക്കുന്നത് പോലും ദൈവാത്മാവിൻ്റെ ശബ്ദം കേട്ട് ജീവിച്ചവരും സഭ നയിച്ചവരുമാണ്. പക്ഷെ ഇന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചോദിക്കുന്നത്, ആരെ കണ്ടാലാ നമുക്കിതൊന്ന് ശരിയാക്കാൻ പറ്റുന്നത്, ഇതൊന്ന് ഒതുക്കാൻ പറ്റുന്നത് ആരെ കണ്ടാലാ? വി ആർ നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ഗാഡ്. സ്പിരിറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അനുഭവം നമുക്കില്ല. സ്പിരിറ്റ് കൺട്രോൾഡ് ആയിരുന്നപ്പോൾ അന്നും കണക്കെഴുതാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നില്ലെന്നൊന്നുമല്ല. അത് അപ്പോസ്തലന്മാരുടെ കാലത്ത് പോലും ഉണ്ടായിരുന്നല്ലോ. അപ്പോസ്തലന്മാർ പോലും ദൈവാത്മാവുള്ള 7 പേരെ തിരഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനൊന്നും ഞാൻ എതിരൊന്നുമല്ല. ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ അതിനോടങ്ങ് ഇത് പറയുകയല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കമ്മിറ്റി ഇല്ലാതിരുന്നപ്പോഴും കൗൺസിൽ ഇല്ലാതിരുന്നപ്പോഴും ഒക്കെ നമ്മുടെ സഭ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ കമ്മിറ്റി ഉണ്ടായതിനു ശേഷം ആശ്രയിക്കുന്നില്ല എന്നുള്ളതൊരു വലിയൊരു പ്രശ്നമാണ്. ദൈവാത്മാവ് നടത്തുന്നവനെല്ലാം ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവാത്മാവ് എന്നെ നടത്തണം, എൻ്റെ സഭയെ നടത്തണം. സ്പിരിറ്റ് കൺട്രോൾഡ് പീപ്പിൾ, സ്പിരിറ്റ് കൺട്രോൾ ചർച്ച്, സ്പിരിറ്റ് കൺട്രോൾ ഫാമിലീസ്. എൻ്റെ കുടുംബത്തെ ദൈവാത്മാവ് നടത്തണം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നമ്മൾ അബ ഫാദർ എന്ന് വിളിക്കുന്ന, അബ എന്ന് ഈ യഹൂദന്മാരുടെ ഇടയിൽ അവര് വീട്ടില് അപ്പനെ വിളിക്കുമ്പോഴത്തേക്ക്, നമ്മളാണെങ്കിലും ഒഫീഷ്യലായിട്ടൊന്നും അല്ലല്ലോ നമ്മൾ നമ്മുടെ അമ്മയപ്പന്മാരെ വിളിക്കുന്നത്. എൻ്റെ അപ്പനെ ഞാൻ കാണുമ്പോഴൊക്കെ പിതാവേ, അങ്ങ്, അവിടുന്ന് എന്നൊന്നും അല്ലല്ലോ പറയുന്നത്. അപ്പാ അല്ലെ പപ്പാ. അതുപോലെ സ്നേഹത്തിൻ്റെ ഊഷ്മളതയിൽ വിളിക്കുന്ന പേരാണ് അബ എന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെ ഊഷ്മളതയിൽ വിളിക്കുന്ന പേരാണ്. അതുപോലെ സ്നേഹത്തിൻ്റെ ഊഷ്മളതയിൽ നമുക്ക് നമ്മുടെ പിതാവായ ദൈവത്തോട് സംസാരിക്കാൻ കഴിയുമെന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമ്മൾ മക്കളാണെന്ന് നമ്മൾ അറിയുന്നത്. നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനല്ല, നാം അബാ ഫാദർ, അബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇന്റലക്ച്വലുമായിട്ടുള്ള ഒരു തിരിച്ചറിവ് മാത്രമല്ല എനിക്ക് ദൈവമകൻ എന്നുള്ള പേര്, ആലോചിച്ച് കണ്ടുപിടിച്ചതൊന്നുമല്ല. പിന്നെ ഞാനിപ്പം ദൈവവൈതലാണല്ലോ, അല്ലാതെ എന്തോ ഞാൻ വേദോത്സവത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തെന്നൊക്കെ. അപ്പം ഞാനും അങ്ങനെയാണ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ഇന്റലക്ച്വൽ തിരിച്ചറിവല്ല, പ്രത്യുത സ്നേഹത്തിൻ്റെ ആഴത്തിൽ അബാ ഫാദർ എന്ന് വിളിക്കുന്ന ആ ഒരു ബന്ധത്തിൽ
ദൈവവുമായിട്ടുള്ള പിതൃപുത്ര ബന്ധം, അതാണ് എൻ്റെ ഐഡന്റിറ്റി. അങ്ങനെ ഒരു ബന്ധം. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഇന്റലക്ച്വൽ ഒരു തിരിച്ചറിവല്ല ഞാൻ ദൈവപൈതലാണെന്നുള്ളത്. പ്രത്യുത ഓരോ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്, യു ആർ മൈ സൺ, യു ആർ മൈ സൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആഴമുള്ള ഒരു ആത്മബന്ധം നമുക്കുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഐഡന്റിറ്റി. അങ്ങനെ ഒരു ഐഡന്റിറ്റിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെ ഐഡന്റിറ്റി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത്. നമ്മൾ സ്വന്തം ജനം എന്ന് പറയുന്നത് ആ സമയത്താണ്. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് നമ്മൾ മനസ്സിലാക്കണം. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മളെപ്പോഴും തിരിച്ചറിയണം, എപ്പോഴും നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ആബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവ്. ആ ഐഡന്റിറ്റി അറിയുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അലക്സാണ്ടർ പറഞ്ഞു, ഞാൻ ഒരു തെരുവ് കുട്ടിയല്ല, എൻ്റെ കൂടെ നടക്കുന്നത് ഇവരൊക്കെയാണ്, പക്ഷേ ഞാൻ ഫിലിപ്പ് രാജാവിൻ്റെ മകനാണ്. ആ ഒരു തിരിച്ചറിവ്, നമുക്ക് അങ്ങനെ ഒരു ബന്ധം അനിവാര്യമാണ് പ്രിയമുള്ളവരെ. അങ്ങനൊരു ബന്ധം അനിവാര്യമാണ്. നമ്മൾ വ്യത്യസ്തരാകണമെങ്കിൽ ഒന്ന്, നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾ അറിയണം. അത് ബുദ്ധിയിൽ അറിഞ്ഞാൽ പോരാ, ആത്മാവിൽ അറിയണം, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. അങ്ങനെ അറിയുമ്പോൾ നമ്മൾ തീർച്ചയായും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള അറിവുണ്ടാകുമ്പോഴാണ് നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തിനും എനിക്കും മധ്യത്തിൽ ഒന്നുമില്ല, പക്ഷേ ജനങ്ങൾക്കും ദൈവത്തിനും മധ്യത്തിൽ ഞാനുണ്ട്. ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ മകനാണ്, അപ്പനെ പ്രതിനിധീകരിക്കുന്ന മകനാണ്. ലോകത്തിലേക്ക് ദൈവത്തെ പ്രതിനിധീകരിക്കുവാൻ എന്നെ വിട്ടിരിക്കുകയാണ്. ഞാൻ രാജകീയ ജീവിതവും പൗരോഹിത്യ ജീവിതവും ഒരുമിച്ച് ചേരുന്ന അതിൻ്റെ സങ്കലനമാണ്. മനുഷ്യരുടെ മധ്യത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രതിനിധിയായി എന്നെ അയച്ചിരിക്കുന്നു. അത് ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യണമെന്നോ അവർക്ക് മനസ്സിലാകണമെന്നോ നിർബന്ധമില്ല. പക്ഷെ എനിക്കറിയണം, ഞാൻ അറിയണം, ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന് തിരിച്ചറിവ്. അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ പിന്നെ ഞാൻ ലൗകികനാവുകയില്ല, ലോകത്തോട് അനുരൂപനാവുകയില്ല. ഒരു വിശുദ്ധ ജീവിതം എനിക്ക് ഉണ്ടാവുമെന്നുള്ളതിന് സംശയമില്ല. അപ്പം എൻ്റെ ഐഡന്റിറ്റിയുടെ തിരിച്ചറിവാണ് എന്നെ വ്യത്യസ്തനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ഐഡന്റിറ്റിയുടെ തിരിച്ചറിവ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരാണ് എന്നുള്ളത് മാത്രമല്ല, ഞാൻ ആരാകാനുള്ളവനാണ് എന്നുള്ളതും നമ്മൾ അറിയണം. ഞാൻ ഇപ്പോൾ തന്നെ ദൈവ പൈതലാണ്. എന്നാൽ ഇവിടെ ഈ ഭൂമിയിൽ കുറച്ചുനാൾ ദൈവ പൈതലായി ദൈവത്തിൻ്റെ കൂടെ നമ്മൾ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. കാര്യം ഭൂമിയിൽ നിന്നാണ് നമ്മളെ എടുത്തത്, ലോകത്തിൽ നിന്ന് നമ്മളെ എടുത്തു, ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു, വ്യത്യസ്തനാക്കി ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. പക്ഷെ എന്നും ഈ ലോകത്തിൽ കഴിയുവാനുള്ളവനല്ല ഞാൻ എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. റോമാലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ 17-ാമത്തെ വാക്യത്തിൽ, നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ഇപ്പൊ ഞാൻ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജീവിക്കുന്നു, ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട്. എന്നാൽ ഒരിക്കൽ ഞാൻ തേജസ്സിലേക്ക് കയറുവാനുള്ളവനാണ്. 18-ാമത്തെ വാക്യത്തിൽ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഞാൻ തേജസ്സിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ്. എന്നാൽ അതുമാത്രമല്ല,
ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്നും ഒരുപോലെ ജീവിക്കാനല്ല, എനിക്കൊരു ഗ്രോത്ത് ഉണ്ടാകണം, വളർച്ച ഉണ്ടാകണം. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ദൈവത്തിൻ്റെ പുത്രനായി, ദൈവത്തിൻ്റെ പ്രതിനിധിയായി ദൈവം എന്നെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. എനിക്കറിയാം ഞാൻ ദൈവത്തിലാണെന്നുള്ളത്. എന്നാൽ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ എങ്ങനെ വീണ്ടും വീണ്ടും കൂടുതൽ ഈ ആത്മീയതയിൽ വളരുന്ന അതുകൊണ്ട് ഞാൻ അതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. അപ്പോൾ ഞാൻ തേജസ്സിലേക്ക് പോകാനുള്ളവനാണ്, പക്ഷെ ഈ ഭൂമിയിൽ തന്നെ എനിക്ക് ആത്മീയതയിൽ ഒരു ഗ്രോത്ത് ഉണ്ട്, ഒരു വളർച്ചയുണ്ട്. എന്താണ് ആ വളർച്ച? ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ എങ്ങനെയാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഭൗമികമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ ഇവിടെ ഭൗമികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടല്ല. ആ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് എന്താണെന്നുള്ളത് അതിൻ്റെ അടുത്ത വാക്യങ്ങളിലുണ്ട്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. അപ്പൊ ദൈവം എന്നെ വിളിച്ചു, ലോകത്തിൽ നിന്ന് വിളിച്ചു, വേർതിരിച്ചു, ലൗകികനല്ലാതാക്കി, ലോകത്തിൽ നിന്ന് മാറ്റി, വ്യത്യസ്തനാക്കി. പക്ഷെ വ്യത്യസ്തനാക്കിയത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനാണ് എന്നെ അവിടുന്ന് വിളിച്ചു വേർതിരിച്ചത്. ആ അനുരൂപതയാണ്, അതാണ് നന്മ എന്ന് പറയുന്നത്. എന്താണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്? എനിക്ക് ലഭിക്കുന്ന കാറും വീടും ഒന്നുമല്ല. കാറോ വീടോ ഒക്കെ നിങ്ങൾ ദൈവം തന്നാൽ ഉപയോഗിക്കണം. അല്ലാതെ അത് പൂഴ്ത്തിക്കെട്ടി വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. അത് മറ്റുള്ളവർക്കും കൂടെ പ്രയോജനകരമായ നിലയിൽ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ അത് ദൈവത്തോട് ചോദിച്ചാലെല്ലാം ചെയ്യേണ്ടത്. പക്ഷെ അതൊന്നും അല്ല നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നന്മ. ഈ വാക്യം മുഴുവൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി ആയിപ്പോയി. ഐ എം സോറി. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. എന്താണ് നന്മ? എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാനാണ്. അതായത് ഞാൻ യേശുവിനെ പോലെ ആകണം. അതിനുവേണ്ടി എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നോ അതെല്ലാം ആത്യന്തികമായി എന്നെ യേശുവിൻ്റെ രൂപത്തോട് അനുരൂപരാക്കുവാൻ വേണ്ടി കൂടി വ്യാപരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ നന്മയും കഷ്ടതയും എല്ലാം ആത്യന്തികമായി എന്നെ ആരെ പോലെ ആക്കണം? യേശുവിനെ പോലെ ആക്കണം. അതാണ് ദൈവം ഭൂമിയിൽ എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ മുൻ നിയമിച്ചിരിക്കുന്നു. അവിടെയാണ് അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടത് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ആത്യന്തികമായി തേജസ്സിലേക്കുള്ള ഒരു യാത്രയാണിത്. ഇന്നെൻ്റെ ശരീരത്തിൽ കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, പ്രതിസന്ധികളുണ്ട്. ചിലപ്പോൾ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു പോകേണ്ടി വരും. ചിലപ്പോൾ സർജറിയൊക്കെ വേണ്ടി വരും. പക്ഷെ അതുപോലും എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ആത്യന്തികമായി എന്നെ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപനാക്കുവാൻ വേണ്ടിയാണ്. എൻ്റെ യാത്രയും എൻ്റെ നന്മയും എല്ലാം, എവ്രിതിങ്, എനിക്ക് കിട്ടുന്ന നന്മയും അവന്റെ പുത്രന്റെ സ്വരൂപത്തിന് അനുരൂപരാകാൻ വേണ്ടിയാണ് കർത്താവ് എനിക്ക് തരുന്നത്. യേശുവിനെ പോലെ ആകുവാൻ, അതാണ് എൻ്റെ ആത്യന്തിക ലക്ഷ്യം. യേശുവിനെ പോലെ ആവുക.
അതിനുവേണ്ടിയാണ് അവൻ എന്നെ മുൻ നിയമിച്ചിരിക്കുന്നത്. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അവൻ എന്നെ വിളിച്ചു, അവൻ എന്നെ മുൻ നിയമിച്ചു, അവൻ എന്നെ വിളിച്ചു, എന്നെ നീതീകരിച്ചു. അങ്ങനെയാണല്ലോ ഞാൻ ഇന്ന് വിശുദ്ധിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. അല്ലെങ്കിൽ നീതീകരിച്ചത് കൊണ്ടാണ് അവൻ്റെ മകനാകുവാൻ എനിക്ക് കഴിയുന്നത്. ദൈവത്തിനും എനിക്കും മധ്യത്തിലുണ്ടായിരുന്ന പാപത്തിൻ്റെ വന്മതിൽ കർത്താവ് ഇടിച്ചു കളഞ്ഞു, നീതീകരിച്ചു. പക്ഷെ നീതീകരണം കൊണ്ട് കാര്യങ്ങൾ തീർന്നില്ല. അവൻ എന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. നീതീകരണം ഒരു നിമിഷം സംഭവിച്ചതാണ്, പാപമോചനം. പക്ഷെ വിശുദ്ധീകരണം ഒരു പ്രോസസ്സാണ്. ഇപ്പോഴും ഞാൻ ആ വിശുദ്ധീകരണത്തിൻ്റെ പാതയിലാണ്. എന്നാൽ എനിക്കറിയാം ഇതല്ല അന്ത്യം. ആത്യന്തികമായി ഒരു തേജസ്കരണമുണ്ട്. ഈ ആത്യന്തികമായ അവസ്ഥയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ ഇടപെടുകയില്ല. എന്നെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അവൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. ഇവിടെ കാള കളിച്ച് നടന്നാൽ അവൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് എനിക്ക് അനുരൂപനാകുവാൻ കഴിയുകയില്ല. അവൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ എന്നെ മുൻനിയമിച്ചിരിക്കുകയാണ്. അങ്ങനെ എന്നെ മുൻനിയമിച്ചത് ആത്യന്തികമായി തേജസ്സിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ്. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന തേജസ്, ഹല്ലേലൂയ, അത് ഞാൻ പ്രാപിക്കുന്നത് അവനോടുള്ള എൻ്റെ സദൃശ്യതയിലൂടെയാണ്. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു, ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. ഓൾറെഡി വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. നമ്മളിപ്പോൾ ദൈവമക്കളാണ്. പക്ഷേ ഈ ദൈവമക്കളായ നമ്മൾ ഒരു പ്രോസസ്സിലാണ്. ആ പ്രോസസ് എന്താണ്? ആത്യന്തികമായി അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അതായത് ഞാൻ ഇപ്പോൾ തന്നെ ദൈവ പൈതലാണ്, പക്ഷേ ഞാൻ യേശുവിൻ്റെ സദൃശ്യതയിൽ വളരുകയാണ്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ അവനെ പോലെ ആയിക്കൊണ്ടാണ് അവൻ്റെ പ്രത്യക്ഷതയിൽ അവനെ എതിരേൽക്കുന്നത്. ആ സദൃശ്യതയാണ് എൻ്റെ ഭാവി എന്ന് പറയുന്നത്. ആ ഭാവി, അതായത് അവൻ്റെ സദൃശ്യത പ്രാപിച്ചുകൊണ്ട് വേണം ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവൻ വരുന്നതിന് മുമ്പ് എനിക്ക് എങ്ങനെയെങ്കിലും അവനെ പോലെ ആകണം. 3-ാമത്തെ വാക്യം കൃത്യമായിട്ട് പറയുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം, അതായത് യേശുവിൻ്റെ വരവിങ്കൽ അവൻ്റെ സദൃശ്യതയിൽ നമ്മൾ അവനെ കാണണം എന്ന് പ്രത്യാശിക്കുന്നവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നതാണ്. ആത്യന്തികമായി നമ്മളിപ്പോൾ തന്നെ ദൈവ മക്കളാണ്. ആ ഐഡൻറ്റിറ്റി നമ്മൾ മനസ്സിലാക്കണം. ആ ഐഡൻറ്റിറ്റി പ്രാപിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ സദൃശ്യതയിൽ ഞാൻ വളരണം, അവനെപ്പോലെ ആകണം. ഒടുവിൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന് യോജിക്കുന്ന നിലയിൽ അവനെപ്പോലെ ആയിക്കൊണ്ട് ഞാൻ അവനെ എതിരേൽക്കണം. അതാണ് ആ വാക്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു. യെസ്, വിശുദ്ധിയിൽ അവനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്, അവനെപ്പോലെ ആവുക എന്നുള്ളതാണ്, അവൻ്റെ സദൃശ്യതയിൽ വളരണമെങ്കിൽ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നാം നമ്മെ തന്നെ നിർമ്മലീകരിക്കുന്നു, പ്യൂരിഫൈസ്, വിശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. And everyone that hath this hope set on him purifieth himself even as he is pure. അവൻ പ്യുവർ ആയതുപോലെ ആ പ്യൂരിറ്റിയിലേക്ക് എനിക്ക് വളരണം. ഞാൻ ആരാണ്? ഞാൻ ഇപ്പോൾ തന്നെ ദൈവ പൈതലാണ്. അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. ഞാൻ ആരാകാനുള്ളവനാണ്? വിശുദ്ധിയിൽ എൻ്റെ കർത്താവായ യേശുവിനോട്
സമാനതയിലേക്ക് വളരുവാനുള്ളവനാണ് ഞാൻ. അങ്ങനെ ഞാൻ യേശുവിനോടുള്ള സമാനതയിൽ വളർന്നു വരുമ്പോൾ ആത്യന്തികമായി അവൻ്റെ തേജസ്സിൻ്റെ കൂട്ടവകാശികളായി തീരും. ഞാനൊരു പാപിയായിരുന്നു, എന്നാൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. ഇപ്പോൾ ഞാൻ വിശുദ്ധീകരണത്തിന്റെ പാതയിലാണ്. അങ്ങനെ വിശുദ്ധീകരണത്തിന്റെ പാതയിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ആത്യന്തികമായി ഞാൻ അവനെ പോലെ ആയിത്തീരും, അവൻ്റെ തേജസ്സിന്റെ പങ്കാളിയായിത്തീരും. ആ ബോധ്യമുള്ളവർ വ്യത്യസ്തരായി തങ്ങളെ തന്നെ സൂക്ഷിക്കും. അവൻ ലോകത്തോടുള്ള അനുരൂപതയിൽ പോവുകയില്ല, അവൻ ക്രിസ്തുവിനോടുള്ള അനുരൂപതയിലായിരിക്കും അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വേദപുസ്തകത്തിലുടനീളം നമ്മൾ കാണുന്നത് നമ്മൾ അവരെ പോലെ ആകരുത് എന്നുള്ളതാണ്. അവർ, നിങ്ങൾ, നാളെ നമ്മളത് കാണാം. അവർ, നിങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ വ്യത്യാസം വേദപുസ്തകത്തിലുടനീളമുണ്ട്. അവരങ്ങനെ, നിങ്ങൾ അങ്ങനെ ആകരുത്. അവരങ്ങനെ, നിങ്ങൾ അങ്ങനെ ആകരുത്. അവർ, നിങ്ങൾ, അവരെയും നിങ്ങളെയും വേർതിരിക്കുന്നതാണ് യേശുവിൻ്റെ സുവിശേഷം. വേദപുസ്തകത്തിലുടനീളം നമ്മൾ കാണുന്നു അവര്. എന്നാൽ നിങ്ങളോ? യെസ്, ഞാൻ അവരെ പോലെയല്ല, അവരെ പോലെ ആവുകയില്ല. ഞാൻ വ്യത്യസ്തനായിരിക്കണം. ഞാൻ ആ വ്യത്യസ്തത സൂക്ഷിക്കും. എൻ്റെ ജീവിതത്തിൽ ആ വ്യത്യസ്തനാകുവാൻ കർത്താവിനെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അവൻ എന്നെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. ഞാൻ ലോകക്കാരനല്ല. എനിക്ക് ലോകക്കാരനാകണ്ട. ലോകം എനിക്ക് വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട. പോകണം യേശുവിൻ പാതയെ നോക്കി. എനിക്കത് മതി. അതാണ് എൻ്റെ മോഹം, എൻ്റെ ആഗ്രഹം, എൻ്റെ താല്പര്യം, എൻ്റെ ജീവിതം. ഞാൻ വ്യത്യസ്തനാണ്. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ വ്യത്യസ്തനാകുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ആരാണെന്ന് അറിയണം. എൻ്റെ സ്പിരിച്വൽ ഐഡന്റിറ്റി ഇന്ന് രാത്രിയിൽ നമ്മൾ തിരിച്ചറിയണം. എൻ്റെ സ്പിരിച്വൽ ഐഡന്റിറ്റി, അതിനുവേണ്ടി നമ്മൾ ജീവിക്കണം.